Hi dear friends, welcome to Chalkboard Stories. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് 10th പ്രിലിംസിന് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റ് സീരീസ് ആണ് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് അതിന്റെ 12ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ്. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ശബ്ദമാണ്. അതായത് ഫിസിക്സിലെ ശബ്ദവും താപവും എന്ന് പറയുന്നതാണ് നമ്മുടെ ടോപ്പിക് ആയിട്ട് വരുന്നത്. അതിൽ ഇന്നത്തെ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ശബ്ദമാണ്. ഏകദേശം 25ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് എന്ത് ചെയ്യുക, നമുക്ക് ഫാക്ട്സ് ഉൾപ്പെടെയാണ് പറഞ്ഞു പോകുന്നത്. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ കാണുക, ഫാക്ട്സ് കണ്ടിട്ട് ബാക്കിയുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എപ്പോഴത്തെയും പോലെ ക്ലാസ് ആരംഭിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ശബ്ദം എന്ന് പറയുന്നത്, ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? ഒരു മാധ്യമം ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്, ഇപ്പൊ പുറത്തെ അല്ലെ ബഹിരാകാശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് സംസാരിക്കാനായിട്ട് അവർ പരസ്പരം തൊട്ടടുത്ത് സംസാരിച്ചാൽ പോലും അവർ കേൾക്കില്ല. അതിനവർ റേഡിയോ പോലുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഒരു മാധ്യമം ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഏറ്റവും വേഗത്തിൽ എവിടെയാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയായിരിക്കും ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഖരം, വാതകം, ദ്രാവകം, ശൂന്യത. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്? അത് നമ്മുടെ ഖരമാണ്. വേഗത്തിൽ സഞ്ചരിക്കുന്നത് ഇതിലൂടെയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെയാണ്. ഖരത്തിലൂടെയാണ് ശബ്ദം വളരെ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ശബ്ദവുമായി ബന്ധപ്പെട്ട് കുറച്ചധികം ഫാക്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതെല്ലാം പഠിച്ചിട്ട് ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ശബ്ദം? ശബ്ദം എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലെ, ഈ ശബ്ദം നമുക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ്? ഓക്കെ അല്ലെ, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ അവിടെ എന്ത് വേണം? ആദ്യം തന്നെ ഒരു ശബ്ദ സ്രോതസ് വേണം അല്ലെ, എവിടെയൊന്നോ ശബ്ദം പുറപ്പെടുവിക്കണ്ടേ, അപ്പൊ എന്ത് വേണം? അവിടെ ഒരു ശബ്ദ സ്രോതസ് വേണം. ഇനി എന്ത് വേണം? ഒരു മാധ്യമം വേണം. പിന്നെ എന്താണ് വേണ്ടത്? ഒരു ശ്രവണേന്ദ്രിയം അല്ലെ, കേൾക്കാനായിട്ട് ഒരാള് വേണം. അല്ലെങ്കിൽ എന്താണ്? ശ്രവണേന്ദ്രിയം വേണം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് ശബ്ദം നമുക്ക് അനുഭവപ്പെടാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ശബ്ദമുണ്ടാകാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ശബ്ദമുണ്ടാകാനുള്ള കാരണം അത് കമ്പനമാണ്. കമ്പനം നമ്മൾ പറയാറുണ്ട്, ദ്രുതഗതിയിലുള്ള ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള മൂവ്മെന്റ് അല്ലേ, ഇങ്ങനെ മൂവ് ചെയ്യുവാണ്. അതിങ്ങനെ ഭയങ്കര സ്പീഡിൽ മൂവ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്? കമ്പനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെയാണ് ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മാധ്യമം ആവശ്യമാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് ആണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്ത് വേണം? ഒരു മാധ്യമം ആവശ്യമാണ്. ഓക്കെ, എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഞാൻ പറഞ്ഞു കമ്പനമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരു എന്താണ് ചെണ്ട നമ്മൾ കൊട്ടുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ട്? ശബ്ദം വരുന്നുണ്ട്. അവിടെ എന്തായിരിക്കും കമ്പനം പുറപ്പെടുവിക്കുന്നത്? ഈ ചെണ്ട ഇങ്ങനെ നമുക്കിപ്പോ അറിയാം, ചെണ്ട ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഒരു തുകലുണ്ടല്ലേ. ഈ തുകലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? കമ്പനം പുറപ്പെടുവിക്കുന്നത്. അപ്പോഴാണ് എന്ത് വരുന്നത്? ആ പറയുന്ന എന്ത് വരും? ഈ കണ്ട ഇവിടെ ഇങ്ങനെ വരും. ഈ ഒരു കമ്പനം ചെയ്യുന്ന ഈ ഒരു മരത്തിന്റെ ഭാഗമുണ്ട്, ഇവിടെയാണ് നമുക്ക് ആ ഒരു സൗണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഗിത്താർ ആണെങ്കിൽ അല്ലെങ്കിൽ വയലിൻ, വീണയ്ക്ക് എന്തായിരിക്കും? കമ്പികളാണ്. ഓക്കെ, ഓടക്കുഴലാണെങ്കിൽ അവിടെ എന്തുണ്ട്? വായുയൂപങ്ങൾ, ഇങ്ങനെ ഹോൾസ് ഉണ്ട്. അവിടെയാണ് എന്ത് വരുന്നത്? കമ്പനം വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഇനി എന്താണ് നമ്മൾ പറയുകയാണ്, നമുക്കറിയാം വീക്ഷണ സ്ഥിരത എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് എന്താണ്? നമ്മളൊരു വസ്തു കണ്ടു കഴിഞ്ഞാൽ അത് 1/16 സെക്കൻഡ് സമയത്തേക്ക് നമ്മുടെ കണ്ണിൽ അത് തങ്ങി നിൽക്കുന്നുണ്ട്. ഈ ഒരു ടൈമിനെയാണ് വീക്ഷണ സ്ഥിരത. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ എന്താണ് ഒരു ന്യൂട്ടന്റെ വർണ്ണപ്പമ്പരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ 7 കളർ അടിച്ചിട്ട് സ്പീഡിൽ കറക്കുമ്പോൾ അത് വൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിനൊക്കെയുള്ള കാരണം വീക്ഷണസ്ഥിരതയാണ്. നമ്മൾ സിനിമകൾ കാണുമ്പോൾ ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടുന്നതൊക്കെ എന്താണ്? വീക്ഷണസ്ഥിരത കൊണ്ടാണ്. അതേപോലെ തന്നെ ശബ്ദത്തിനും എന്തുണ്ട്? ഒരു ശ്രവണ സ്ഥിരതയുണ്ട്. ശബ്ദത്തിന് എന്താണുള്ളത്? ശ്രവണ സ്ഥിരത. അതായത് നാം കേൾക്കുന്ന ഒരു ശബ്ദം 1/10 സെക്കൻഡ് സമയം, ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. 1/10 സെക്കൻഡ് സമയത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? അതെങ്ങനെ ചെവിയിൽ തങ്ങി നിൽക്കും. ഇതിനെയാണ് എന്ത് പറയുന്നത്? ശ്രവണ സ്ഥിരത എന്ന് പറയും. 1/16 എന്താണ്? വീക്ഷണ സ്ഥിരത. രണ്ടും മാറിപ്പോകരുത്. 1/16 1/10 ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ മനുഷ്യരിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, നമുക്ക് എല്ലാ ശബ്ദങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? കേൾക്കാൻ പറ്റില്ല അല്ലെ. പണ്ട് കാലത്ത് പറയും ഭൂമി കുലുക്കമൊക്കെ വരുന്നതിന് മുമ്പ് മൃഗങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് പറയും. അതിനുള്ള റീസൺ എന്താണ്? മനുഷ്യന് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിന്റെ പരിധി എന്ന് പറയുന്നത് 20 ഹെർട്സ് മുതൽ എത്ര വരെയാണ്? 20,000
ഹേർട്സ് വരെയാണ്. അല്ലെങ്കിൽ ഇതിന് ഇങ്ങനെ തരും, 20 ഹേർട്സ് മുതൽ എത്രയാണ് 20 കിലോ ഹേർട്സ് എന്നും തരും. സെയിം തന്നെയാണ്, അത് ഓർത്തിരിക്കണം. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും തരുന്നത്. അപ്പൊ എന്താണ്, ഈ ഒരു പരിധിയിലുള്ള ശബ്ദം മാത്രമേ മനുഷ്യന് കേൾക്കാനായിട്ട് പറ്റുള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്കോ അതിന് താഴത്തേക്കോ എന്ത് പറ്റില്ല, മനുഷ്യന് ആ ശബ്ദം കേൾക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഈ 20 ഹേർട്സിൽ താഴെയുള്ള ശബ്ദങ്ങളെ പറയുന്ന പേരാണ് എന്ത്, ഇൻഫ്രാസോണിക് എന്ന് പറയുന്നു. എന്താണ്, ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയും. ഓക്കെ, ഇനി 20,000-ന് മുകളിലുള്ള ശബ്ദങ്ങളെ പറയുന്ന പേരാണ് എന്ത്, അൾട്രാസോണിക് സൗണ്ടുകൾ എന്ന് പറയും. ഓക്കെ, അപ്പൊ എന്താണ്, ഈ 20 ഹെർട്സിൽ താഴെയുള്ള ഇൻഫ്രാസോണിക് ശബ്ദങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ആന, അതേപോലെ തന്നെ എന്താണ് നമ്മുടെ തിമിംഗലം, ഇതെല്ലാം ആശയവിനിമയം നടത്തുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, ഇൻഫ്രാസോണിക് വേവ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ അൾട്രാസോണിക് വേവ്സ് ആണെങ്കിൽ എന്തായിരിക്കും വരുന്നത്, വവ്വാല് രാത്രി സഞ്ചരിക്കുന്നതും അവയെ ഇരയെ പിടിക്കുന്നതും ഒക്കെ എന്തുപയോഗിച്ചിട്ടാണ്, ഈ പറയുന്ന അൾട്രാസോണിക് സൗണ്ട് ഉപയോഗിച്ചിട്ടാണ്. അതിന് എക്കോ ലൊക്കേഷൻ എന്ന് പറയും. അതായത് എക്കോ കേട്ടിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ലൊക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സോണാറില്ലേ, നമ്മൾ കടലിന്റെ ആഴമൊക്കെ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സോണാറാണ്. ഇത് തിരിച്ചു വന്ന് ആ ഒരു ടൈം കണ്ടുപിടിച്ചിട്ടാണ്, അതിൽ ഉപയോഗിക്കുന്ന അൾട്രാസോണിക് വേവ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് നമുക്ക് പറയാനുള്ളത്, പ്രതിധ്വനി. എന്താണ് പ്രതിധ്വനി അഥവാ അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്കോ കേട്ടു എന്ന് പറയുന്നത് അല്ലെ, പ്രതിധ്വനി. നമ്മളിപ്പോ ചില മലയുടെയൊക്കെ മേളിൽ എന്തെങ്കിലും ഒച്ച എടുത്ത് കഴിയുമ്പോഴേക്കും ആ സൗണ്ട് നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇങ്ങനെ തിരിച്ചു കേൾക്കാനായിട്ട് പറ്റും. ഇതിനെയാണ് നമ്മൾ എക്കോ അഥവാ എന്താണ്, പ്രതിധ്വനി എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു ശബ്ദം പുറപ്പെടുവിച്ച് നമ്മൾ കുറച്ചൊരു സെക്കൻഡുകൾക്ക് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് കേൾക്കുന്നു. അതെയാണ് നമ്മൾ പ്രതിധ്വനി എന്ന് പറയുന്നത്. മിനിമം അതിന് എത്ര ദൂരം വേണം, അതായത് 17 മീറ്ററിൽ കൂടുതൽ ദൂരം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്, പ്രതിധ്വനി കേൾക്കുന്നത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രതിധ്വനി എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ എന്താണ് ഒരു ശബ്ദം നമ്മൾ പുറപ്പെടുവിച്ച് തിരിച്ച് വീണ്ടും അത് തന്നെ കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. ആ ഒരു പ്രോസസ്സ് എന്താണ്, മിനിമം എത്രയാണ്, 17 മീറ്റർ ആണ് എന്ത് വേണ്ടത്, ആ ഒരു പ്രതിധ്വനി ഉണ്ടാകാനായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ അളവെന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഒരു മാധ്യമത്തിന്റെ മർദ്ദം കൂടുമ്പോൾ അതിലൂടെ സഞ്ചരിക്കുന്ന ശബ്ദത്തിന്റെ വേഗം എന്ത് സംഭവിക്കും, കൂടുന്നു, കുറയുന്നു, മാറ്റമൊന്നും സംഭവിക്കുന്നില്ല, പൂജ്യമാകുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്, മാധ്യമത്തിന്റെ മർദ്ദം കൂട്ടുമ്പോൾ ശബ്ദത്തിന്റെ പ്രവേഗം പഠിച്ചു വെച്ചു, അതിൽ മാറ്റമൊന്നും ഉണ്ടാകില്ല. എന്താണ് പറയുന്നത്, മാറ്റമൊന്നും ഉണ്ടാകില്ല. അതായത് നമ്മൾ പറയുന്ന ഈ ഒരു മാധ്യമം എടുത്തു കഴിഞ്ഞാൽ അതിന്റെ എന്താണ്, മർദ്ദമുണ്ട്, അതേപോലെ തന്നെ സാന്ദ്രതയും ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ് ശബ്ദത്തിന്റെ പ്രവേഗത്തെ. പക്ഷേ മർദ്ദം കൂട്ടുമ്പോൾ അതിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്തും അവിടെ കൂടുന്നുണ്ട്, സാന്ദ്രതയും കൂടും. സോ സ്വാഭാവികമായിട്ടും മർദ്ദം കൂടുമ്പോൾ അവിടെ പ്രവേഗത്തിന് എന്ത് സംഭവിക്കില്ല, മാറ്റമൊന്നും സംഭവിക്കില്ല. പഠിച്ചു വെക്കേണ്ട പോയിന്റ് ആണ്, കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഏതിലാണ് ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കൂടുതൽ, ഏതിലാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്ന, വായു, വെള്ളം, ശൂന്യത, സ്റ്റീൽ. ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു എന്താണ്, ഖരത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ആ ഓർഡർ തന്നെ നമ്മൾ പഠിച്ചു വെക്കണം, ഖരം അല്ലെ. അപ്പൊ ഇവിടെ ഏതാണ് വരേണ്ടത്, ഖരാവസ്ഥയിലുള്ളത് ഏതാണ്, ഇവിടെ നമ്മുടെ സ്റ്റീലാണ്. സോ ഓപ്ഷൻ ഡി സ്റ്റീലാണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. അതെങ്ങനെയാണ്, വായു അല്ലെ, ഏറ്റവും കുറവ് എവിടെയായിരിക്കും, വായു ആയിരിക്കും. അതിലും കൂടുതൽ എവിടെയാണ്, ജലത്തിലാണ്. അതിലും കൂടുതലാണ് എന്ത്, ഖരാവസ്ഥയിൽ വരുന്നത്. അപ്പൊ എന്ത് വരണം, ഇങ്ങനെയാണ് വരേണ്ടത്, കൂടി വരുന്ന ക്രമം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ വരേണ്ടത് ഏതാണ്, ഖരാവസ്ഥയിലാണ്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി സ്റ്റീലാണ്. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണമാണ് സോണാർ. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ഏതാ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു തന്നല്ലേ, എന്താണ്, കടലിന്റെ ആഴം അളക്കാനായിട്ട് നമ്മൾ സോണാർ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഉപയോഗിച്ചിരിക്കുന്ന തരംഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് പഠിച്ചു വെക്കുക. ഏതാണത്, അൾട്രാസോണിക് ആണ്. അതിനെയാണ് നമ്മൾ എക്കോ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അൾട്രാസോണിക് തരംഗങ്ങളാണ്. ഓക്കെ, അതായത് അതിന്റെ തടസ്സങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ എക്കോ ലൊക്കേഷൻ എന്ന പ്രയോജനപ്പെടുത്തുന്ന ജീവികൾ ചോദിക്കാറുണ്ട്. അതാണ് ഏത്, വവ്വാലുണ്ട്, ഡോൾഫിൻ ഉണ്ട്. എന്തൊക്കെയാണ്, വവ്വാല്, ഡോൾഫിൻ. അതും ഒന്ന് പഠിച്ചു വെക്കുക. വവ്വാല് കൂടത്തിൽ എന്താണ്, ഡോൾഫിൻ ആണ്. ഇത് രണ്ടും എന്താണ്, അൾട്രാസോണിക് വേവ്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഏതൊക്കെയായിരുന്നു, ആനയുണ്ട്, തിമിംഗലമുണ്ട്, അതേപോലെ തന്നെ മറ്റൊരു ജീവിയാണ് ജിറാഫ്. ഇത് മൂന്നും മെയിൻ ആയിട്ട് എന്താണ്, ഇൻഫ്രാസോണിക് വേവ്സ് ആണ്. ഇൻഫ്രാസോണിക് എന്ന് പറയുമ്പോൾ എന്താണ്, 20 ഹെർട്സിൽ കുറവായ ശബ്ദ തരംഗങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസോണിക് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ ഭൂകമ്പം, അഗ്നിപർവ്വത സ്ഫോടനമൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് പുറപ്പെടുവിക്കുന്നത്, അതെല്ലാം ഇൻഫ്രാസോണിക് വേവ്സ് ആണ്. ഓക്കെ,
അതേപോലെ തന്നെ നമ്മുടെ ഉള്ളില് ഫോട്ടോഗ്രാഫിക് ഫിലിം നിർമ്മിക്കാനും അതേപോലെ നമ്മുടെ സ്കാനിങ് ഒക്കെ ചെയ്യില്ലേ, സ്കാനിങ് അവിടെ എന്താണ് ഉപയോഗിക്കുന്നത്, അത് അൾട്രാസൗണ്ട് ആണ് അല്ലെ, അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അൾട്രാസൗണ്ട് എടുക്കാം അല്ലെ, അൾട്രാസൗണ്ട് സ്കാനിങ് പറഞ്ഞിട്ടുണ്ട്, അൾട്രാസൗണ്ട് ആണ് ഉപയോഗിക്കുന്നത്. പിന്നെയാണ് മൂത്രാശയക്കല്ല് അല്ലെ, മൂത്രത്തിൽ കല്ല് എന്നൊക്കെ പറയത്തില്ലേ, ആ കല്ല് പൊടിച്ചു കളയാനായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, ഈ പറയുന്ന അൾട്രാസൗണ്ട് വേവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ടതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഏതൊക്കെ മേഖലകളിലാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. മനുഷ്യരുടെ ശ്രവണ പരിധിയാണ്. എന്താണ് ശ്രവണ പരിധി? 20 ഹെർട്സ് മുതൽ 20,000 കണ്ട, ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കാണുമ്പോൾ നമ്മളെല്ലാം നമുക്ക് ഒരേപോലെ തോന്നും. എന്താ പറഞ്ഞിരിക്കുന്നത്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 20 ഹെർട്സ് മുതൽ 2,000 ഹെർട്സ്. പെട്ടെന്ന് കാണുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്യാൻ വളരെ ചാൻസ് ഉണ്ട്. 2 ഹെർട്സ് മുതൽ 20,000, 2 ഹെർട്സ് മുതൽ 2,000 വരെ എത്രയാണ്? 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇത് തന്നെ പരീക്ഷയ്ക്ക് ഇങ്ങനെയും തന്നിട്ടുണ്ട്. 20 ഹെർട്സ് മുതൽ 20,000 കിലോ ഹെർട്സ് വരെയാണെന്നും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കണം, എങ്ങനെ വേണമെങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ള തരംഗം. നമ്മൾ പറഞ്ഞു ശബ്ദത്തിന് സഞ്ചരിക്കണമെങ്കിൽ എന്താവശ്യമാണ്? ഒരു മാധ്യമം ആവശ്യമാണ്. അപ്പൊ അത് ഏതാണ്? ശബ്ദ തരംഗമാണ്, ശബ്ദ തരംഗമാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താണ് പ്രേക്ഷണത്തിന് മാധ്യമം ആവശ്യമുള്ളത് ഏതെന്ന് ചോദിച്ചാൽ കണ്ണും പൊട്ടി പറയുക, അത് ഏതാണ്? ശബ്ദ തരംഗമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിക്കേ. കർണാടകയിലെ ബിജാപൂരിലുള്ള ഗോൾസ് ഗുംബസ് എന്ന മർമര ഗോപുരത്തിനുള്ളിൽ ഒരു ചെറിയ ശബ്ദം ഉണ്ടാക്കിയാണെങ്കിൽ പോലും ആ ശബ്ദം ഗാലറിക്കുള്ളിൽ ആവർത്തിച്ച് നമുക്ക് കേൾക്കാൻ പറ്റും. ഇതിന് കാരണം ശബ്ദത്തിന്റെ ഏത് പ്രതിഭാസമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനുരണനം, പ്രതിധ്വനി, പ്രതിപതനം, അപവർത്തനം. എന്താണത്? അതിനെയാണ് നമുക്ക് പറയുന്നത് റിവർബറേഷൻ അഥവാ അനുരണനം. ഒന്ന് പഠിച്ചു വെച്ചേക്കണം കേട്ടോ. അതായത് നമ്മളൊരു അടച്ചിട്ട മുറിയിലോ ഒരു ഹാളിലോ ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ ശബ്ദമാണെങ്കിൽ പോലും അവിടത്തെയുള്ള ചുവരുകളിലൊക്കെ തട്ടി 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 വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രതിഫലിച്ച് കേട്ടുകൊണ്ടേയിരിക്കും. ഇതിനെയാണ്, അതായത് മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അനുരണനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഇതിനെ വിസ്പറിംഗ് ഗാലറി എന്ന് പറയുന്നത്. അതായത് ചെറിയൊരു കാര്യം പോലും എന്താണ് ഭയങ്കരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതോടെ കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ, പ്രതിധ്വനി നമ്മൾ പറഞ്ഞു എന്താണ്? 17 മീറ്ററിൽ എന്ത് വേണം? കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ശബ്ദം തിരിച്ചു കേൾക്കുന്നതിനെയാണ് പ്രതിധ്വനി എന്ന് പറയുന്നത്. പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ ആണ്. അതായത് ഒരു തട്ടി തിരിച്ചു വരുന്നതിനെ പ്രതിപതനം എന്ന് പറയും. അപവർത്തനം എന്താണ്? റിഫ്രാക്ഷൻ അല്ലെ. എന്നൊക്കെ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ എന്തിലാണ് പറയുന്നത്? ലൈറ്റിൽ പറയും അല്ലെ, അപവർത്തനമൊക്കെ. ഒരു പ്രതലത്തിൽ നിന്ന് മറ്റൊരു പ്രതലത്തിലേക്ക് വരുമ്പോൾ ലൈറ്റ് മാറുന്നതിനെയൊക്കെയാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേക്കുക. അനുരണനം അഥവാ റിവർബറേഷൻ എന്ന് പറയും. നെക്സ്റ്റ് നോക്കാം. പാമ്പ് ഇരപിടിക്കാൻ ഡാഷിലൂടെയുള്ള ശബ്ദപ്രേഷണം പ്രയോജനപ്പെടുന്നു. പാമ്പ് എങ്ങനെയാണ് ഇരപിടിക്കുന്നത്? അത് അതിന്റെ ശബ്ദ തരംഗങ്ങളാണ്. അത് എങ്ങനെയാണ്? തറയിലൂടെയാണ്. തറയിലൂടെയുള്ള ആ ഒരു വൈബ്രേഷൻ ആണ്, ആ ഒരു ശബ്ദ തരംഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, ശബ്ദത്തെ പറ്റിയുള്ള പഠനമാണ് എന്താ? തെർമോഡൈനാമിക്സ്, ഒപ്റ്റിക്സ്, മെക്കാനിക്സ്, അക്വസ്റ്റിക്സ്. എന്താണ് അത്? അക്വസ്റ്റിക്സ് ആണ്. ശബ്ദത്തെ കുറിച്ചുള്ള പഠനം എന്താണ്? അക്വസ്റ്റിക്സും. അതേപോലെ പ്രതിധ്വനിയെ പറ്റിയുള്ള പഠനമാണെങ്കിൽ അത് എന്താണ്? അത് കാറ്റക്കോസ്റ്റിക്സ് ആണ്. അതും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. കാറ്റക്കോസ്റ്റിക്സ് എന്ന് പറയും. നെക്സ്റ്റ് നോക്കാം. ശബ്ദത്തിന് പരമാവധി വേഗത ലഭിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏത് മാധ്യമത്തിലൂടെയാണ്? വായു, അലൂമിനിയം, സമുദ്രജലം, ഹീലിയം. എവിടെയാണ്? അത് നമ്മുടെ അലൂമിനിയത്തിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ വരുന്നത് അലൂമിനിയം ആണ്. പഠിച്ചു വെച്ചോളാം. അലൂമിനിയത്തിന്റെ ശബ്ദത്തിന്റെ വേഗത എന്ന് പറയുന്നത് 6420 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അത് വായുവിലാണെങ്കിൽ നമുക്കറിയാം 340 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി സമുദ്രജലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ കടൽ ജലം എന്ന് പറയും 1531 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ, 346 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത് പറയുന്നത്? വായുവിൽ വരുന്നത്. ഹീലിയം ആണെങ്കിൽ 965 മീറ്റർ പെർ സെക്കൻഡ് ആണ് വരുന്നത്. ഒന്ന് പഠിച്ചു വെക്കണം. അപ്പൊ ശബ്ദത്തിന്റെ പരമാവധി വേഗത എന്തിലാണ്? സ്റ്റീലിലാണ്. അത് ആദ്യം ഓർത്തിരിക്കുക. അതിൽ തന്നെ അങ്ങനെ തന്നെ നമുക്ക് ഓപ്ഷനിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എങ്ങനെയാ പഠിച്ചിരിക്കുന്നത്? ഏറ്റവും കുറവ് വായുവിന്, അതിലും കൂടുതൽ ജലത്തില്, അതിലും കൂടുതലാണ് എന്ത്? ഖരവസ്തുക്കളിൽ വരുന്നത്. അപ്പൊ ഇവിടെ ഖരമായിട്ട് വരുന്നത് അലൂമിനിയം ആണ്. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശബ്ദതരംഗങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി അല്ലാത്തവ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്.
വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണ്, നമ്മൾ പറഞ്ഞ കാര്യമല്ലേ, വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. ശരിയാണ്. സാധാരണഗതിയിൽ ഒരാൾക്ക് 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ ആവൃത്തിയുള്ള ശബ്ദം കേൾക്കാൻ പറ്റും. അതും ഇവിടെ ശരിയാണ്. ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് വായുവിലാണ്. ഏറ്റവും കുറവല്ലേ? ഏറ്റവും വേഗതയിൽ എവിടെയാണ്? ഖരപദാർത്ഥങ്ങളാണ്. സോ ഇവിടെ ശരി അല്ലാത്തവയാണ് വേണ്ടത്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി. ഇത് മാത്രമാണ് ഇവിടെ എന്ത് തെറ്റായ പ്രസ്താവനയായിട്ട് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ആ ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാക്കുന്ന സ്വരത്തിന്റെ ഉച്ചത ഡാഷ് ഡെസിബലിൽ കൂടുതലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര ഡെസിബൽ ആയിരിക്കും? നമ്മുടെ മനുഷ്യന്റെ ചെവി നമ്മൾ പറഞ്ഞു 20 ഹെർട്സ് മുതൽ എത്ര വരെയാണ്? 20 കിലോ ഹെർട്സ് അഥവാ 20,000 ഹെർട്സ് വരെയാണ് മനുഷ്യന് കേൾക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ അവന്റെ ചെവിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് 120 ഹെർട്സിൽ കൂടുതലാണ് എങ്കിൽ അത് എന്ത് സംഭവിക്കും? മനുഷ്യന്റെ ചെവിക്ക് വേദനയുണ്ടാകും. അപ്പൊ ഇവിടെ ഏതായിരിക്കും 120ൽ കൂടുതലുള്ളത്? ഏതാണ്? ഓപ്ഷൻ എ 140. 120ൽ കൂടുതലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചെവിക്ക് വേദനയുണ്ടാകും. അതേപോലെ ഇലകളുടെ മർമ്മരം എത്രയാണ്? 10 10 ഹെർട്സ് ആണ്. അത് ഒരു വട്ടം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇലകളുടെ മർമ്മരം എത്രയാണ്? 10. ഇത് നമ്മുടെ നോർമലി നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്ന ഒരു ബോക്സ് ആയിരുന്നു അത്. ഇലയുടെ മർമ്മരം, സാധാരണക്കാരന്റെ സംഭാഷണം, അങ്ങനെ കുറച്ച് ടോപ്പിക്കുകൾ ഉണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ശ്രവണബോധം ഉളവാക്കാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് ശബ്ദം. ശബ്ദത്തെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത്. വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശരിയാണ്. ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 2000 ഹെർട്സ് വരെയാണ്. കണ്ടോ, ഇവിടെ ഇതാണ് നമുക്ക് തെറ്റിപ്പോണത്. കണ്ടോ, ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും അത് ശരിയാണെന്ന്. അപ്പൊ ഏതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്? അവിടെ 1ഉം 2ഉം മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 2000 അല്ല, എത്രയാണ്? 20,000 ഹെർട്സ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ആണ് എന്ത്? ഡെസിബൽ. ഡെസിബൽ ആണ്. 120 ഡെസിബൽ, 110 ഡെസിബൽ, അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ശബ്ദ തീവ്രത അളക്കുന്നത് ഡെസിബലിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കാത്തത് ഏതെന്നാണ്? എക്കോകാർഡിയോഗ്രാഫി അൾട്രാസോണിക് ആണ്. അൾട്രാസോണോഗ്രാഫി സോണാർ. ഇവിടെ എല്ലായിടത്തും നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. സ്റ്റെതസ്കോപ്പിലാണ് അൾട്രാസോണിക് അല്ലാത്തതായിട്ട് ഉപയോഗിക്കുന്നത്. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സരിഗമ പദനി എന്നിവയിൽ ആവൃത്തി ഏറ്റവും കൂടിയത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആവൃത്തി ഏറ്റവും കൂടിയത് ഏതിലാണ്? അത് നീ ആണ്. നീ. ഓപ്ഷൻ ബി നീ ആണ് ഏറ്റവും കൂടുതൽ. സരിഗമ പദനിസയില് ഏറ്റവും കൂടുതൽ ആവൃത്തിയുള്ളത് ഏതാണ്? നീയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ശബ്ദത്തിന്റെ കേൾവി ശക്തി അളക്കുന്നതിനുള്ള ഉപകരണം. ശബ്ദത്തിന്റെ കേൾവി ശക്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഓഡിയോമീറ്റർ, ഓഡിയോഫോൺ, ഓഡോമീറ്റർ, ഓസിലോസ്കോപ്പ്. എന്തായിരിക്കും അത്? അത് ഓഡിയോമീറ്റർ ആണ്. അതായത് ഒരു വ്യക്തിയുടെ കേൾവി ശക്തിയും കേൾവി കുറവൊക്കെ നമ്മൾ എന്താണ് ഓഡിയോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉപയോഗിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഓഡിയോഗ്രാം എന്ന് പറയുന്നത് ഗ്രാഫ് ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ എന്താണ് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്? ഒരു വട്ടം ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് ശബ്ദതരംഗങ്ങളെയൊക്കെ എന്താണ് അതിന്റെ വൈദ്യുത സിഗ്നലുകളെയും എന്താണ് സ്ക്രീൻ ഗ്രാഫ് രൂപത്തിൽ കാണാനായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവ എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഭൂകമ്പങ്ങൾ ഉണ്ടാകുമ്പോൾ ഇൻഫ്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാകുന്നു. ശരിയാണ് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു വവ്വാലുകൾ അൾട്രാസോണിക് തരംഗങ്ങൾ ഉണ്ടാക്കാനും കേൾക്കാനും സാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എക്കോലൊക്കേഷൻ വവ്വാലുകൾ. അതേപോലെ തന്നെ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത്? വവ്വാലിന്റെ ഒപ്പം തന്നെ നമ്മൾ ഒരു ജീവിയും കൂടി പറഞ്ഞ നായക്കൊക്കെ ഗാൾട്ടൺ വിസിൽ എന്ന് കേട്ടില്ലേ? 30,000 ഹെർട്സിന് മുകളിലാണ്. അതാണ് നമ്മൾ ആ ഒരു സിനിമയില്ലേ ദിലീപിന്റെ ഒരു മൂവി കാണിക്കുമ്പോൾ കേൾപ്പിക്കില്ലേ? ഇങ്ങനെ ആ ഒരു വിസിൽ അടിക്കുമ്പോഴേക്കും നായകളെല്ലാം കൂടി ഭയങ്കര വയലന്റ് ആവുന്നത്. അതായത് ആ ഒരു ശബ്ദം മനുഷ്യന് കേൾക്കാൻ പറ്റില്ല. അതെന്താണ്? നായകൾക്കേ കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഗാൾട്ടൺ വിസിൽ, നായകളെയൊക്കെ ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് ഗാൾട്ടൺ വിസിലാണ്. അപ്പൊ ഇവിടെ നായയിലും അൾട്രാസോണിക് ആണ്. അതേപോലെ സോണാറിൽ നമ്മൾ പഠിച്ചു എന്താണ്? സോണാറും അൾട്രാസോണിക് ആണ്. നമുക്ക് വേണ്ടത് ശരിയായവയാണല്ലോ. സോ വേണ്ടത് 1, 2 ഓപ്ഷൻ ബി ആണ് ശരിയായിട്ട് വരേണ്ടത്. വായുവിൽ പ്രതിധ്വനി കേൾക്കാൻ പ്രതിപതന തലത്തിന് ഉണ്ടായിരിക്കേണ്ട ചുരുങ്ങിയ അകലം എത്രയാണ്? 17 മീറ്റർ ആണെന്ന് അറിയാം. 17 മീറ്ററിൽ കൂടുതലാണോ കുറവാണോ എന്നുള്ളത്. 34 മീറ്റർ ഒന്നുമല്ല, 17 മീറ്റർ കൂടിക്കഴിഞ്ഞാൽ എന്താണ്? ചുരുങ്ങിയ അകലമാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? അപ്പൊ എന്താണ്? 17 മീറ്ററിൽ കൂടുതലായിരിക്കണം.
ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതിനൊക്കെയാണ് മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദം ശ്രവിക്കാനായിട്ട് പറ്റുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ടത്? നായ, പ്രാവ്, ആന, വവ്വാല്. ആനയ്ക്ക് എന്താണ് വരേണ്ടത്? ആനയ്ക്ക് നമുക്കറിയാം അവിടെ ഇൻഫ്രാസോണിക് ആണ് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇവിടെ പറഞ്ഞത് എന്താണ്? മനുഷ്യന്റെ ശ്രവണ പരിധിയേക്കാൾ താഴ്ന്ന ആവൃത്തിയാണ് വേണ്ടത്. നായ നമ്മൾ പറഞ്ഞു, നായയ്ക്ക് എത്രയാണ്? ഗാൾട്ടൺ വിസിലൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, ഏകദേശം ഏറ്റവും കുറഞ്ഞത് 67 നായയ്ക്ക് വരുന്നത്. 67 മുതൽ 45,000 വരെയാണ് നായയ്ക്ക് പറ്റുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിൽ കുറവാണല്ലോ പ്രാവിന് എത്രയാണ്? പ്രാവിന് ഇതേപോലെ കുറവായിരിക്കും കേട്ടോ. പ്രാവിന്റെ കറക്റ്റ് എത്രയാണെന്ന് എനിക്കറിയില്ല. പ്രാവിന് കുറവാണ്. ആനയ്ക്ക് എന്താണ്? ആനയ്ക്ക് 16 മുതൽ 12,000 വരെ പറ്റുള്ളൂ. അപ്പൊ അതെന്താണ്? ഇൻഫ്രാസോണിക് വേവ്സ് നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പൊ ആന എന്താണ്? താഴ്ന്ന ആവൃത്തിയാണ് നമുക്കറിയാം. വവ്വാൽ എന്താണ്? വവ്വാല് അൾട്രാസോണിക് വേവ്സ് ആണെന്നറിയാം. സോ അതെന്തായിരിക്കും? 20,000 ഹെർട്സിൽ മുകളിലായിരിക്കുമെന്നും നമ്മൾ പഠിച്ചു. നമുക്ക് വേണ്ടത് താഴ്ന്നതാണ്. താഴ്ന്ന ആവൃത്തിയുള്ള ശബ്ദം എന്ന് പറയുമ്പോൾ പ്രാവും ആനയുമായിരിക്കും. സോ ഓപ്ഷൻ ബി 2ഉം 3ഉമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അക്വസ്റ്റിക് എന്ന പദം രൂപം കൊണ്ടത് അക്വാസ്റ്റിക്സ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന്, അക്വാസ്റ്റിക്സ് ശബ്ദത്തെ പറ്റിയുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. പ്രതിധ്വനിയെ പറ്റിയുള്ള പഠനം എന്താണ്? കാറ്റക്കോസ്റ്റിക്സ്. ഈ അക്വാസ്റ്റിക്കോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കേൾവി എന്നുള്ളതാണ്. കേൾവി. ശബ്ദതരംഗത്തിന്റെ പ്രത്യേകത താഴെ പറയുന്നവയിൽ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ശബ്ദതരംഗം എന്ന് പറയുന്നത് എന്താണ്? അനുദൈർഘ്യമാണോ അനുപ്രസ്ഥ തരംഗമാണോ എന്നുള്ളത് നമുക്ക് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പൊ ശബ്ദതരംഗം എന്ന് പറയുന്നത് അനുദൈർഘ്യമാണ്. ഓക്കെ, പ്രസ്ഥം അല്ലെ, പ്രസ്ഥം എന്നല്ലേ നമ്മൾ എഴുതണത്. അതേപോലെ നമ്മൾ പ്രകാശം എന്ന് എഴുതില്ലേ. എന്താണ്? കണക്ട് ചെയ്ത് വെക്കുക. പ്രകാശം എന്താണ്? അനുപ്രസ്ഥ തരംഗമാണ്. ശബ്ദം എന്ന് പറയുന്നത് എന്താണ്? അനുദൈർഘ്യമാണ്. ഓക്കെ, ശബ്ദം പോകുന്നത് ഇങ്ങനെയാണ്. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എന്ന് പറയും, ട്രാൻസ്വേഴ്സൽ വേവ്സ് എന്ന് പറയും. ഇനി മറ്റേ അനുപ്രസ്ഥം എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ എന്ന് പറയും. ഇതെന്താണ്? ട്രാൻസ്വേഴ്സൽ വേവ്സ് എന്ന് പറയും. അപ്പൊ അനുദൈർഘ്യം, ശബ്ദ തരംഗം എന്താണ്? അനുദൈർഘ്യമാണ്. അനുപ്രസ്ഥം എന്താണ്? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞു, ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. പ്രകാശത്തേക്കാൾ ഡിഫ്രാക്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാണ്? 1, 3, 4 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാൻ ഉപയോഗിക്കുന്ന ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികൾ, സൂപ്പർസോണിക് ശബ്ദങ്ങൾ, അൾട്രാസോണിക് ശബ്ദങ്ങൾ, ഇൻഫ്രാറെഡ് രശ്മികൾ. ഏതായിരിക്കും അത്? അൾട്രാസോണിക് ശബ്ദങ്ങളാണ് എന്ത് ചെയ്യുന്നത്? വവ്വാലുകൾ രാത്രി സഞ്ചരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ശബ്ദം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത്? ശൂന്യത, വെള്ളം, വായു, ഖരം. ശൂന്യതയിൽ ശബ്ദം സഞ്ചരിക്കുകയോ ഇല്ല. ശബ്ദത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമാണ്? മാധ്യമം ആവശ്യമാണ്. എവിടെയായിരിക്കും? ഖരവസ്തുക്കളിലായിരിക്കും ഏറ്റവും കൂടിയ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ വിട്ടുപോയ കുറച്ച് പോയിന്റ്സ് നമുക്ക് ആഡ് ചെയ്ത് പറഞ്ഞു പോകാം. കാര്യം അല്ലെങ്കിൽ ചിലപ്പോൾ അത് പിന്നെ വിട്ടുപോകും. നമ്മൾ പറയാറുണ്ട് സൂപ്പർസോണിക് വിമാനങ്ങളുടെയും മിസൈലുകളുടെയൊക്കെ വേഗത രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ചോദിക്കാറുണ്ട്. അതെന്താണ്? അത് പറയുന്നത് മാക് നമ്പർ എന്നാണ്. മാക് നമ്പർ. ഒരു മാക് എന്ന് പറയുന്നത് എത്രയാണ്? 340 മീറ്റർ പെർ സെക്കൻഡ്. അതായത് ശബ്ദത്തിൽ എന്താണ്? വായുവിലുള്ള വേഗതയുടെ തുല്യമാണ് എന്തെന്ന് പറയുന്നത്? മാക് നമ്പർ. ഒരു മാക് എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ വേഗത എത്ര, അല്ലെങ്കിൽ ഒരു എയറോപ്ലെയിൻ പോവുകയാണ്, അതിന്റെ വേഗത പറയുന്നത് എന്തിലായിരിക്കും? മാക് നമ്പറിലായിരിക്കും പറയുന്നത്. അത് ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കാണ്. ഈ മാക് നമ്പർ പലതവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ മറ്റൊന്നാണ് ആവൃത്തിയുമായി ബന്ധപ്പെട്ട് പ്രോബ്ലം പരീക്ഷയ്ക്ക് വരാറുണ്ട്. SCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത് കമ്പനങ്ങളുടെ എണ്ണമാണ്. കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ സമയമാണ്. ഓക്കെ, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്. അതായത് ഒരു സിമ്പിൾ പെൻഡുലം 10 സെക്കൻഡ് സമയം കൊണ്ട് 10 പ്രാവശ്യം ദോലനം ചെയ്തുവെങ്കിൽ അതിന്റെ ആവൃത്തി എന്തെന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആവൃത്തി കണ്ടുപിടിക്കേണ്ടത്? കമ്പനങ്ങളുടെ എണ്ണം ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യണം? ടൈം ചെയ്താൽ മതി. 10/10 1 ഹെർട്സ് ആണ് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് കയറി നമുക്കൊരു ഒരു LGS ലെവലിൽ, അതായത് പ്രിലിംസ് ലെവലിൽ നമുക്കൊന്ന് അത്യാവശ്യം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും ഇത് വന്നു കഴിഞ്ഞാൽ. അതായത് എന്താണ് ചെയ്യേണ്ടത്? ഫ്രീക്വൻസി, ആവൃത്തി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണ്? കമ്പനങ്ങളുടെ എണ്ണത്തെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? സമയം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അത്യാവശ്യം ടോപ്പിക്കുകളൊക്കെ. പിന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഡോപ്ലർ ഇഫക്റ്റ്.
വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയ ഒരു വസ്തു ഇതാണ് ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുവാണ്, നമുക്കറിയാം ആ ഒരു ട്രെയിൻ നമ്മുടെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സൗണ്ട് കൂടി ഇങ്ങനെ വരും. ട്രെയിൻ അകന്ന് പോകുമ്പോൾ സൗണ്ട് എന്ത് ചെയ്യും, അതങ്ങ് ദൂരേക്ക് പോകും. അതായത് ഒന്നുകിൽ കേൾവിക്കാരൻ, ഓക്കെ, അല്ലെങ്കിൽ ശബ്ദ സ്രോതസ് എന്തിന്റെയെങ്കിലും ചലനം മൂലം എന്താണ്, ശബ്ദത്തിന്റെ ആവൃത്തിയിൽ ചേഞ്ച് ഉണ്ടാകും. ഒന്നുകിൽ നമ്മൾ ഇവിടെ എന്താണ്, ഒരു വലിയൊരു മണി ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുവാണ്, നമ്മൾ ദൂരെ നിന്ന് കേൾക്കുവാണേ. അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്, നമുക്ക് എന്താ വളരെ ദൂരത്ത് ആ മണി ചെറുതായിട്ട് കേൾക്കുവാണ്. ഞാൻ ഇതിന്റെ അടുത്തേക്ക് ചെല്ലുന്തോറും അതിന്റെ ശബ്ദം എന്ത് ചെയ്യും, കൂടിക്കൊണ്ടിരിക്കും. അതായത് ശബ്ദ സ്രോതസ് അല്ല, എന്താണ്, നമ്മുടെ കേൾവിക്കാരൻ എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. അതനുസരിച്ച് അതിന്റെ ആവൃത്തി എനിക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്, കൂടി കേൾക്കും. അല്ലെങ്കിൽ ഞാനിപ്പോ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനിങ്ങനെ അനങ്ങാതെ നിൽക്കുവാണ്, ഇവിടെ കൂടി ട്രെയിൻ വരുവാണ്. അപ്പൊ ട്രെയിൻ വരുന്ന സൗണ്ട് എനിക്ക് അങ്ങ് ദൂരെ എന്നെ കേൾക്കാം, ട്രെയിൻ വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതിങ്ങനെ അടുത്തേക്ക് വരുന്നതനുസരിച്ച് ശബ്ദം എന്ത് ചെയ്യും, കൂടി വരും. ഓക്കെ, അപ്പൊ ആ ട്രെയിൻ എന്റെ ട്രെയിൻ അല്ല. ഓക്കെ, ഞാൻ അവിടെ നിൽക്കുവാണ്. എഗെയിൻ ആ ട്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്, എന്നെ കടന്ന് അങ്ങ് പാസ് ചെയ്തു പോയി. അപ്പൊ എന്ത് സംഭവിച്ചു, ആ സൗണ്ട് അങ്ങനെ കുറഞ്ഞു വരും. അവിടെ എന്താ സംഭവിച്ചത്, ശബ്ദത്തിന്റെ സ്രോതസ്സാണ് അവിടെ മൂവ് ചെയ്യുന്നത്. ഒന്നുകിൽ ശബ്ദത്തിന്റെ സ്രോതസ് അല്ലെങ്കിൽ കേൾവിക്കാരൻ, ആരുടെയെങ്കിലും ഒരാളുടെ ആപേക്ഷിക ചലനം മൂലം നമുക്ക് ആ സൗണ്ടിൽ ഉണ്ടാകുന്ന ആ ഒരു വ്യത്യാസത്തെ പറയുന്ന പേരാണ് എന്ത്, ഡോപ്ലർ ഇഫക്റ്റ്. പഠിച്ചു വെക്കണം കേട്ടോ, ഇത് ചിലപ്പോൾ ചോദിക്കാനായിട്ടൊക്കെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡോപ്ലർ ഇഫക്റ്റ് എന്താന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.